ഹലോ ഗൈസ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. നിങ്ങളുടെ കേരള ലോ എൻട്രൻസ് എക്സാമിൻ്റെ പ്രിപ്പറേഷനൊക്കെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ടെന്ന് കരുതുന്നു. സോ നമ്മുടെ കേരള ലോ എൻട്രൻസ് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള പല ചോദ്യങ്ങളുമുണ്ട്. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ GK പാർട്ടിൽ പല പരീക്ഷാ ചോദ്യ പേപ്പറുകളിൽ ആവർത്തിച്ച് വരുന്ന ചില ഏരിയകളുണ്ട്. നമ്മളിന്ന് ജോഗ്രഫിയിൽ റിപ്പീറ്റഡ് ആയിട്ട് ഈ ഒരു കേരള ലോ എൻട്രൻസ് എക്സാമിന് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ പരിചയപ്പെടാനായിട്ട് പോവുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്ട്സ് നമ്മൾ നോക്കാനായിട്ട് പോവുകയാണ്. സോ നമുക്ക് തുടങ്ങാം. നമ്മുടെ ചോദ്യം ഒന്നെന്ന് പറയുന്നത് സൂയിസ് കനാൽ കണക്ട്സ്. സൂയിസ് കനാലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. സൂയിസ് കനാൽ കണക്ട്സ് ഓപ്ഷൻ എ എന്ന് പറയുന്നത് പസഫിക് സീ ടു ചൈന സീ. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് അറേബ്യൻ സീ ടു കോറൽ സീ. ഓപ്ഷൻ സി എന്ന് പറയുന്നത് മെഡിറ്ററേനിയൻ സീ ടു ബ്ലാക്ക് സീ. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് മെഡിറ്ററേനിയൻ സീ ടു റെഡ് സീ. ഈ ഒരു ചോദ്യം പറയുകയാണെങ്കിൽ ഇത് 2025 അതോടൊപ്പം തന്നെ 2024 ആവർത്തിച്ച് ചോദിച്ച ഒരു ചോദ്യമാണ്. 2 വർഷം ചോദിച്ച സെയിം രീതിയിൽ തന്നെ അക്ഷരം പോലും മാറാണ്ട് റിപ്പീറ്റ് അടിച്ച ചോദ്യമാണ്. ഒരുപക്ഷെ ഇനി 2026 പരീക്ഷയ്ക്കും ഈ ചോദ്യം ചോദിച്ചു കൂടായിക ഇല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് സൂയിസ് കനാൽ എന്ന് പറയുന്നത് മെഡിറ്ററേനിയൻ സീനെയും അതോടൊപ്പം തന്നെ റെഡ് സീനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ജലപാതയാണ് എന്തെന്ന് പറയുന്നത് സൂയിസ് കനാൽ എന്ന് പറയുന്നത്. നമ്മൾ ഇതിന്റെ റിലേറ്റഡ് ഫാക്ട്സിലേക്ക് വരുന്നതിന് മുമ്പ് എന്താണ് കനാൽ എന്നറിയണം. എന്താണ് കനാല്? നമ്മളെല്ലാം കേട്ടുള്ള സാധനമാണ് കനാൽ എന്ന് പറയുന്നത്. ചിലപ്പോൾ കൊച്ചി ഭാഗത്തൊക്കെ ആണെങ്കിൽ ആളുകൾ വിളിക്കുന്ന പേരാണ് കാന. നമ്മുടെ ഹരിശ്രീഷനൊക്കെ പറയുന്ന പോലെ കാന. ഇനി ശരിക്കും ഒരു ജോഗ്രഫിക് ടൈമിൽ കനാൽ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ കാനയല്ല. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് 2 വലിയ വാട്ടർ ബോഡീസ്, ലൈക്ക് 2 കടലുകൾ. ഈ 2 കടലുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന നാരോ ആയിട്ടുള്ള അല്ലെങ്കിൽ വീതി കുറഞ്ഞിട്ടുള്ള ജലപാതകൾ അല്ലെങ്കിൽ വാട്ടർ വേസിനെയാണ് എന്ത് വിളിക്കുന്നത്? കനാൽസ് എന്ന് വിളിക്കുന്നത്. അതായത് 2 വലിയ കടലുകൾ, ഈ 2 വലിയ കടലുകൾ തമ്മിൽ എന്ത് ചെയ്യും? ഇത് കണക്ട് ചെയ്യും. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കനാലുകളെല്ലാം എപ്പോഴും എന്താണ്? മനുഷ്യനിർമ്മിതമാണ്. എല്ലാം എന്താണ്? മാൻമെയ്ഡ്സ് ആണ് ഈ ഒരു കനാൽ എന്ന് പറയുന്നത്. സോ ഇതിന്റെ റിലേറ്റഡ് ഫാക്ട്സിലേക്ക് നമുക്ക് പോവുകയാണ്. ഈ ഒരു ചോദ്യമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്ട്സിലേക്ക് പോവുകയാണ്. സൂയിസ് കനാലുമായിട്ടുള്ള റിലേറ്റഡ് ഫാക്ട്സിലേക്കാണ് നമ്മൾ പോകുന്നത്. ഞാൻ പറഞ്ഞ പോലെ എന്താണ്? മെഡിറ്ററേനിയൻ സീനെയും അതോടൊപ്പം തന്നെ ആരെയാണ്? റെഡ് സീ അല്ലെങ്കിൽ മലയാളത്തിൽ ചെങ്കടൽ എന്ന് വിളിക്കും. ചെങ്കടലിനെ പറ്റിയൊരു പാട്ടൊക്കെ ഉണ്ട്. ചെങ്കടലിൽ നീ എന്നു പാത നയിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇസ്രായേലിൻ നാഥനായി എന്ന് പറയുന്ന ബൈബിളിലൊക്കെ പരാമർശമുള്ള ഒരു കടലാണ് ചെങ്കടൽ എന്ന് പറയുന്നത്. ഈ ഒരു ചെങ്കടലിനെയും അതോടൊപ്പം തന്നെ മെഡിറ്ററേനിയൻ സീനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ജലപാതയാണ് എന്തെന്ന് പറയുന്നത്? സൂയിസ് കനാൽ എന്ന് പറയുന്നത്. നമ്മുടെ പിക്ചറിൽ കാണാം സൂയിസ് കനാലിലൂടെ ചരക്ക് ഗതാഗതം നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സാധാരണ ഗതാഗതമൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു സൂയിസ് കനാൽ എന്ന് പറയുന്നത്. എപ്പോഴും കപ്പലുകൾ പോകുന്നതാണ്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഭയങ്കര നാരോയാണ്. അതുകൊണ്ട് തന്നെ ഒരു 3-4 അല്ലെങ്കിൽ 5 വർഷം മുമ്പ് അവിടെ ഒരു എവർ ഗിവൻ എന്ന് പറഞ്ഞ ഒരു കപ്പലൊക്കെ അവിടെ സ്റ്റക്കായി നിന്നൊക്കെ ലോകത്ത് ഭയങ്കര വാർത്തകളൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മളത് ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ നിങ്ങളൊക്കെ +2 കഴിഞ്ഞ കുട്ടികളല്ല, നിങ്ങൾ ആ സമയത്തൊക്കെ കുട്ടികളായിരുന്നു തോന്നുന്നു. ഓക്കെ, ഇനി ഇതിന്റെ സൂയിസ് കനാലിന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഇതിന്റെ റൂട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ആർട്ടിഫിഷ്യൽ സീ ലെവൽ വാട്ടർവേ. ഈ ആർട്ടിഫിഷ്യൽ സീ ലെവൽ വാട്ടർവേസിനാണ് നമ്മൾ കനാൽ എന്നുള്ള ആ ഒരു ഒറ്റ ടൈം കൊണ്ട് പറയുന്നത്. ഇൻ ഈജിപ്റ്റ്. ഇത് ഏത് രാജ്യത്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഈജിപ്റ്റ് എന്ന് പറയുന്ന രാജ്യത്താണ്. ദാറ്റ് കട്ട്സ് ത്രൂ ദി ഇസ്തുമസ് ഓഫ് സൂയിസ്. ഈ ഇസ്തുമസ് എന്താണെന്നുള്ളൊരു ജോഗ്രഫിക് ടൈമാണ് നമ്മളത് പറയുന്നതാണ്. ഇസ്തുമസ് എന്താണെന്ന് കണക്ടിങ് ദി മെഡിറ്ററേനിയൻ സീ ടു ദ റെഡ് സീ. മെഡിറ്ററേനിയൻ സീനെയും റെഡ് സീനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് ഈ ഒരു സൂയിസ് കനാൽ എന്ന് പറയുന്നത്. ഇനി ബോർഡർ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഫോംസ് ദി ജോഗ്രഫിക് ബൗണ്ടറി ബിറ്റ്വീൻ ദി കോണ്ടിനെന്റ്സ് ഓഫ് ആഫ്രിക്ക ആൻഡ് ഏഷ്യ. ഏഷ്യ വൻകരയെയും അതോടൊപ്പം തന്നെ ആഫ്രിക്ക വൻകരയും തമ്മിൽ കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കണക്ട് ചെയ്യുന്ന നല്ല ശ്രമിക്കണം വേർതിരിക്കുന്ന ഒരു ഭാഗം കൂടിയാണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു സൂയിസ് കനാൽ എന്ന് പറയുന്നത്. ഇതിന്റെ സ്കെയിൽ നോക്കുകയാണെങ്കിൽ ഇതിന് ഏകദേശം 190.3 കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കിലോമീറ്ററിന് പകരം മൈൽസിൽ പറയുകയാണെങ്കിൽ 120 മൈൽസ് എന്ന് പറയാം. ഫ്രം ഇറ്റ്സ് നോർത്തേൺ ടെർമിനറ്റ്സ് അറ്റ് പോർട്ട് സയ്യിദ് ടു ഇറ്റ്സ് സതേൺ ടെർമിനറ്റ്സ് അറ്റ് പോർട്ട് തെഫീറ്റ്.
ഇതിന്റെ വടക്കേ അറ്റത്തിന് പറയുന്ന ഒരു പോർട്ടാണ്. വടക്കേ അറ്റം എന്ന് പറഞ്ഞത് ഒരു തുറമുഖമാണ്, ഒരു പോർട്ടാണ്. അതിന്റെ പേരെന്ന് പറയുന്നത് പോർട്ട് സെയ്ദാണ്. അതേപോലെ തന്നെ ഇതിന്റെ തെക്കേ അറ്റം എന്ന് പറയുന്നത് പോർട്ട് തൗഫീഖ് ആണ്. അത് ആ ഒരു പട്ടണം തന്നെ സൂയിസ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 24 meters ഡീപ്പ്, 24 മീറ്റർ മാത്രമാണ് ഇതിന്റെ താഴ്ച എന്ന് പറയുന്നത്. ആൻഡ് ഓവർ 300 meters വൈഡ്, അതായത് ഒരു 300 മീറ്റർ വൈഡ് കൂടിയാണ് ഈ ഒരു സൂയിസ് കനാൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മറ്റു കാര്യങ്ങൾ നോക്കിയിട്ടില്ല. ചരിത്ര പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ ഇത് 1859-നും 1869-നും ഇടയിലാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നത്. ബിൽഡ് ബൈ ദ ഫ്രഞ്ച് ഓൺഡ് സിയൂസ് കനാൽ കമ്പനി അണ്ടർ ഡിപ്ലോമാറ്റ് ഫെർഡിനാൻഡ് ഡെ ലെസപ്പസ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ കീഴിലുള്ള സിയൂസ് കനാൽ കമ്പനിയാണ് ഈ ഒരു ഉദ്യമം നിർവഹിച്ചത്. ഈ ഒരു വർഷം നമുക്ക് ഓർത്തിരിക്കാം, 1859 തൊട്ട് 1869. 1869 പ്രത്യേകത എന്താണെന്ന് അറിയാത്ത ഇന്ത്യക്കാർ ആരുമില്ല. എന്താണത്? നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ജനിച്ച വർഷമാണത്. അതോടൊപ്പം തന്നെ ഒരു ഫ്രഞ്ച് കമ്പനിയാണിത് പണിയുന്നത്. ഓക്കെ, അങ്ങനെ ഇത് നീണ്ട നാളത്തെ അധ്വാനത്തിന്റെ ഫലമായിട്ട് ഏകദേശം 10 വർഷത്തിന്റെ അധ്വാനത്തിന്റെ ഫലമായിട്ട് നവംബർ 17, 1869 ജനങ്ങൾക്കായിട്ട് ഇത് തുറന്നു കൊടുക്കുകയാണ് ചെയ്തത്, അല്ലെങ്കിൽ കമ്മീഷൻ ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇത് ഒരു എന്താ പറയാ, ഫ്രഞ്ചുകാരുടെയും അതോടൊപ്പം തന്നെ ബ്രിട്ടീഷുകാരുടെയൊക്കെ കീഴിൽ ഉണ്ടായിരുന്ന ഒരു കമ്പനിയാണ് ഈ ഒരു സൂയിസ് കനാൽ കമ്പനി എന്ന് പറഞ്ഞാൽ. അവരാണ് ഇത് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ യൂറോപ്പിലുള്ള ചരക്കെല്ലാം ഏഷ്യയിലേക്ക് പോകണമെങ്കിൽ ഈ സൂയിസ് കനാൽ വഴി പോകുന്നതാണ് ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത്. നമ്മൾ മാപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇവർക്ക് പോകേണ്ടതെന്ന് വെച്ചാൽ ആഫ്രിക്കയെ ചുറ്റി പോകണം. ഞാൻ ജസ്റ്റ് ഒരു മാപ്പ് വരച്ച് കാണിക്കുകയാണെങ്കിൽ, ഇതാണ് യൂറോപ്പ് എന്ന് വെച്ചോട്ടെ, ഇതാണ് യൂറോപ്പ് എന്ന് വെക്കുകയാണെങ്കിൽ, ഈ യൂറോപ്പിലുള്ള ചരക്കെല്ലാം എന്താണ് തൊട്ട് താഴെയുള്ള ആഫ്രിക്കയെ ചുറ്റി മാത്രമേ എങ്ങോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. മിഡിൽ ഈസ്റ്റിലേക്കും അതോടൊപ്പം തന്നെ ഏഷ്യയിലോട്ടൊക്കെ പോകാൻ പറ്റുള്ളൂ. ഈ ഒരു റൂട്ടിൽ കൂടിയാണ് പണ്ട് വാസ്കോ ഡ ഗാമയൊക്കെ വന്നത്. ഇങ്ങനെ പോകുന്നതിന് പകരം ഈ മെഡിറ്ററേനിയൻ സീയിൽ നിന്ന് ഈ എല്ലാ കപ്പലുകളെല്ലാം മെഡിറ്ററേനിയൻ സീ ക്രോസ് ചെയ്ത് ചെങ്കടൽ വഴി പോകുന്നതാണ് ഏറ്റവും എളുപ്പമുള്ള പാത. അവിടെയാണ് ഇതിന്റെ സിഗ്നിഫിക്കൻസ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും വാണിജ്യ പ്രാധാന്യമുള്ള ഈ ഒരു സ്ഥലം 1956 എന്ത് സംഭവിച്ചു? ഒറിജിനലി അണ്ടർ ജോയിന്റ് ബ്രിട്ടീഷ് ആൻഡ് ഫ്രഞ്ച് ഫൈനാൻഷ്യൽ കൺട്രോൾ. ഈ ഒരു സൂയിസ് കനാൽ കമ്പനി ഫ്രഞ്ചുകാരും അതോടൊപ്പം തന്നെ ബ്രിട്ടീഷുകാരും നിയന്ത്രിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ 1956 ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ആയിരുന്ന ഗാമൽ അബ്ദുൽ നാസർ നാഷണലൈസ് ദി കനാൽ ഇൻ ജൂലൈ 1956, ട്രിഗറിംഗ് ദി സൂയിസ് ക്രൈസിസ്. അതായത് 1956 അന്നത്തെ ഈജിപ്ഷ്യന്റെ പ്രസിഡന്റ് ആയിരുന്ന ഗമാൽ അബ്ദുൽ നാസർ എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്തത്? അത് ദേശസാൽക്കരിച്ചു. അതായത് ഇതിന്റെ കൺട്രോള് ഈ ബ്രിട്ടീഷുകാരിൽ നിന്നും ഫ്രഞ്ചുകാരിൽ നിന്നും മാറ്റി ഈജിപ്റ്റ് ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. അതുമൂലം എന്താ ലാഭം എന്ന് പറയുകയാണെങ്കിൽ ഈജിപ്തിന് ലാഭമാണ്. അതുവഴി പോകുന്ന കപ്പലിന്റെ കപ്പം വാങ്ങാനുള്ള അധികാരം എന്നത് പറയുന്നത്, അല്ലെങ്കിൽ ചുങ്കം വാങ്ങാനുള്ള അധികാരം എന്നത് ആരുടെ കയ്യിലായി? ഈജിപ്തിന്റെ കയ്യിലായി. ചുങ്കം എന്ന് പറഞ്ഞാൽ ടാക്സ് എന്നാണ് കേട്ടോ. ഓക്കെ, അത് എന്തിലേക്ക് നയിച്ചു? ഒരു സൂയിസ് ക്രൈസിസിലേക്ക് നയിച്ചു. കാരണം ഈ ഒരു സാധനം ചെയ്തപ്പോൾ മറ്റുള്ള വെസ്റ്റേൺ പവേഴ്സ് ആയിട്ടുള്ള ബ്രിട്ടനും അമേരിക്കയും ഫ്രാൻസൊക്കെ എന്തായി? ഈ ഈജിപ്തുമായിട്ട് ഉടക്കാനായിട്ട് ശ്രമിച്ചു. അങ്ങനെ ദി 8-year ക്ലോഷറിലേക്ക് വരികയാണ്. ഫോളോവിങ് ദി 1967 60-day വാർ. അതൊക്കെ കഴിഞ്ഞ് ഈജിപ്തിന്റെ കയ്യിലായി. അതിനുശേഷം എന്തായി? ഒരു 60-day വാർ നടക്കുന്നു ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട്. ഈജിപ്തിന്റെ അയൽരാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു 60-day വാർ നടക്കുന്നു. ഇസ്രായേലും അതോടൊപ്പം തന്നെ അറബ് രാജ്യങ്ങൾ തമ്മിൽ ഉടക്കിയ ഒരു യുദ്ധമാണ് ഈ ഒരു 60-day വാർ എന്ന് പറയുന്നത്. കനാൽ വാസ് ഷട്ട് ഡൗൺ ഫോർ 8 years. ഈ ഒരു 60-day വാറിന്റെ അല്ലെങ്കിൽ 60 ദിവസ യുദ്ധത്തിന്റെ ഫലമായിട്ട് ഏകദേശം 8 വർഷത്തോളം ഈ ഒരു സൂയിസ് കനാൽ പിടിച്ചിടുകയാണ് അല്ലെങ്കിൽ ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത്. സ്റ്റാൻഡിങ് എ ഗ്രൂപ്പ് ഓഫ് 15 ഷിപ്സ് ഇൻസൈഡ് അൻറ്റിൽ ഇറ്റ് റീഓപ്പൺഡ് ഇൻ 1975. ഇത് 1975 റീഓപ്പൺ ചെയ്യുന്നവരെ 15ഓളം ഷിപ്പുകൾ അതിൽ കുടുങ്ങിക്കിടന്നു എന്നാണ് പറയുന്നത് കേട്ടോ. ഈ 60 വർഷ വാറൊക്കെ നിങ്ങൾ ഹിസ്റ്ററി ഡീപ്പായിട്ട് പഠിക്കുകയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും. ഈജിപ്തും അതോടൊപ്പം തന്നെ അതിന് ചുറ്റുമുള്ള അറബ് രാഷ്ട്രങ്ങളെല്ലാം നടത്തിയ ഒരു യുദ്ധമാണ്. അതിൽ അന്തിമമായിട്ട് ഈജിപ്റ്റ് തോക്കുകയും ഇസ്രായേൽ ജയിക്കുകയും ചെയ്ത ഒരു യുദ്ധമാണ് ഈ ഒരു 60 വർഷ യുദ്ധം എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ആൻഷ്യൻ റൂട്ട്സ് നോക്കുകയാണെങ്കിൽ ഇറ്റ് വാസ് ഇൻ ഫസ്റ്റ് വാട്ടർ റൂട്ട് ഇൻ ദ റീജിയൻ. ഈ സൂയിസ് കനാൽ എന്ന് പറയുന്നത് ഈ ഒരു റീജിയനിലെ ആദ്യത്തെ റൂട്ടൊന്നുമല്ല. ഇതിന് മുമ്പ് തന്നെ റൂട്ട് ഉണ്ടായിരുന്നു.
ഏൻഷ്യൻ ഈജിപ്ഷ്യൻസ് ബിൽഡ് ദ കാനോൽ ഓഫ് ദ ഫറവോസ്. ഈ ഒരു ഒരു ഫറവോ കനാൽ അവിടെ പണ്ടുണ്ടായിരുന്നു അറൗണ്ട് 1850 BC, വിച്ച് കണക്ട് ദി റെഡ് സീ ടു ദ നൈൽ റിവർ റാദർ ദാൻ ഡയറക്ട്ലി ടു ദ മെഡിറ്ററേനിയൻ. അതായത് ഈ മെഡിറ്ററേനിയൻ കടലും ചെങ്കടലും തമ്മിൽ ഡയറക്റ്റ് കണക്ട് ചെയ്യുന്നതിന് പകരം നൈലുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിലൊരു കനാൽ ഓഫ് ദ ഫറവോസ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം എവിടെ ഉണ്ടായിരുന്നു? ഈജിപ്തിലുണ്ടായിരുന്നു. കാരണം ഇതിൻ്റെ ഈ ഒരു സൂയിസ് കനാൽ വരുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ ഒരു ചരിത്രമുണ്ട്. ഇത് തമ്മിൽ മെഡിറ്ററേനിയൻ കടലും ചെങ്കടലും തമ്മിൽ കണക്ട് ചെയ്യുന്ന റൂട്ടൊക്കെ ഇവിടെ പണ്ട് ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കനാലാണ് പാനമ കനാൽ. നമ്മൾ സൂയിസ് കനാൽ പഠിക്കുമ്പോൾ ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത ഒരു കനാലാണ് പാനമ കനാൽ. ലോകത്തിലെ വാണിജ്യ വ്യവസ്ഥയെ താങ്ങി നിർത്തുന്ന രണ്ട് കനാലുകളാണ്. ഒന്നെന്ന് പറയുന്നത് സൂയിസ് കനാൽ, രണ്ടാമതെന്ന് പറയുന്നത് പാനാമ കനാലാണ്. ഇതിൻ്റെ റൂട്ട് നോക്കുകയാണെങ്കിൽ ഇത് ഒരു 82 കിലോമീറ്റർ ആണ് ഇതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത്. ആർട്ടിഫിഷ്യൽ വാട്ടർ വേ ഇൻ പനാമ ദാറ്റ് കട്ട്സ് ത്രൂ ദി ഇസ്തുമസ് ഓഫ് പനാമ. അതായത് പനാമ എന്ന് പറയുന്ന രാജ്യത്ത് 51 മൈൽ നീളം അല്ലെങ്കിൽ 81 കിലോമീറ്റർ നീളമുള്ള ഒരു വാട്ടർ വേ ആണ് ഈ ഒരു പനാമ കനാൽ എന്ന് പറയുന്നത്. കണക്ടിങ് ദി അറ്റ്ലാന്റിക് ഓഷ്യൻ ടു ദ പസഫിക് ഓഷ്യൻ. അറ്റ്ലാന്റിക് സമുദ്രത്തിനെയും പസഫിക് സമുദ്രത്തിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു കനാലാണ് ഈ ഒരു പനാമ കനാൽ എന്ന് പറയുന്നത്. ഇവിടെ അറ്റ്ലാന്റിക് ഓഷ്യൻ്റെ കരീബിയൻ സീ എന്ന് പറയുന്ന പാർട്ടുമായിട്ടാണ് ഇത് കണക്ട് ചെയ്യുന്നത്. Because of the twist in the Panamanian Isthmus, ships traveling from the Atlantic to the Pacific actually head southeast, north, west. അതായത് ഈ ഒരു പനാമിയൻ ഇസ്തുമസ് എന്ന് പറയുന്നത് രണ്ട് വലിയ കടലുകൾക്കിടയിലെ നാരോ ആയിട്ടുള്ള ഒരു ലാൻഡ് സ്ട്രിപ്പിനെയാണ് ഇസ്തുമസ് എന്ന് പറയുന്നത്. ഒരു ജോഗ്രഫിക്കൽ ടൈമാണ്, നിങ്ങൾക്ക് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ആ ഒരു ഇസ്തുമസിൻ്റെ ഒരു ട്വിസ്റ്റ് കാരണം എന്താണ്? ഈ അറ്റ്ലാന്റിക്കിൽ നിന്ന് പസഫിക്കിലേക്ക് ട്രാവൽ ചെയ്യുന്ന ഷിപ്പുകൾ എന്താണ്? വെസ്റ്റിലേക്കല്ല സൗത്ത് ഈസ്റ്റിലേക്കാണ് ട്രാവൽ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇനി ഇവിടെ ഒരു ഗ്രാവിറ്റി വാട്ടർ സിസ്റ്റം ആണ് ഉള്ളത്. അൺലൈക്ക് ദ സീ ലെവൽ സൂയിസ് കനാൽ, ദി പാനാമ കനാൽ ഓപ്പറേറ്റ്സ് ആസ് എ വാട്ടർ ലോക്ക് സിസ്റ്റം പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെയുള്ള കപ്പലുകൾ അവിടെ നിന്ന് പാസ് ചെയ്ത് പോകുന്നത്. അതായത് കപ്പലുകൾ വെള്ളം കയറ്റുകയും താഴ്ത്തുകയും ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഉള്ളത്. It lifts ship to 66 meters up to the artificial Gatun Lake and lowers them back down to the other side. ഇവിടെ ഒരു ഗേറ്റൺ ലേക്ക് എന്ന് പറയുന്ന ഒരു തടാകമുണ്ട്. ആ തടാകത്തിൻ്റെ പോസിബിലിറ്റി ഒക്കെ ഇവിടെ മാക്സിമം യൂസ് ചെയ്യുന്നു. യൂസിങ് ഗ്രാവിറ്റി അലോങ് ടു ഫിൽ ആൻഡ് എംപ്റ്റി ദ ചേമ്പേഴ്സ് വിത്ത് ഫ്രഷ് വാട്ടർ. കാരണം എന്ന് വെച്ചാൽ ഇവിടെ പസഫിക് ഓഷ്യനിലെയും അറ്റ്ലാന്റിക് ഓഷ്യനിലെയും ഡെൻസിറ്റി ഒക്കെ ഡിഫറൻ്റ് ആണ്. സോ അവിടെ ഒരു ഗ്രാവിറ്റി വാട്ടർ സിസ്റ്റം എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം കാരണമാണ് അത് കപ്പലുകൾ അവിടെ പോയിരുന്നത് കേട്ടോ. ഓക്കെ, നമ്മളൊരു പിക്ചർ കാണാം. ഇതാണ് ഇവിടുത്തെ ഗ്രാവിറ്റി വാട്ടർ സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ഒരു സിസ്റ്റം വഴി ഇവിടെ കപ്പലുകൾ വരും, എന്നിട്ട് അവിടെ വെള്ളം കയറ്റും, എന്ത് ചെയ്യുന്നു? കപ്പൽ പൊങ്ങും, പിന്നെ കപ്പൽ താഴ്ത്തും. അങ്ങനെയാണ് അവിടെ എന്ത് ചെയ്യുന്നത്? അവിടെ രണ്ട് ഓഷ്യൻസിൻ്റെയും ഡെൻസിറ്റി മൂലമുള്ള ഡിഫറൻസ് അവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇതാണ് ജസ്റ്റ് അതിൻ്റെ മാപ്പ് എന്ന് പറയുന്നത്. മുകളിലായിട്ട് അറ്റ്ലാന്റിക് ഓഷ്യൻ ഉണ്ട്, താഴെയായിട്ട് എന്തുണ്ട്? പസഫിക് ഓഷ്യൻ ഉണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞൊരു കാര്യം, കനാൽ എന്ന് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ രണ്ട് വലിയ ജലാശയങ്ങൾ അല്ലെങ്കിൽ രണ്ട് വലിയ വാട്ടർ ബോഡീസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന നാരോ ആയിട്ടുള്ള മാൻമെയ്ഡ് ആയിട്ടുള്ള വാട്ടർ വേ ആണ് എന്തെന്ന് പറയുന്നത്? കനാൽ എന്ന് പറയുന്നത്. അതേസമയം സ്ട്രെയിറ്റിന് മലയാളത്തിൽ കടലിടുക്കും എന്ന് പറയും കേട്ടോ. എന്താണ് കടലിടുക്കും? അതോടൊപ്പം തന്നെ കനാലും തമ്മിലുള്ള വ്യത്യാസം നോക്കുകയാണെങ്കിൽ A strait is a naturally occurring narrow waterway that connects two larger bodies of water. രണ്ട് വലിയ ജലാശയങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള വാട്ടർവേ ആണ് എന്തെന്ന് പറയുന്നത്? സ്ട്രെയിറ്റ് അല്ലെങ്കിൽ മലയാളത്തിൽ കടലെടുക്കെന്ന് പറയുന്നത്. അതേസമയം a canal on the other hand is a man-made waterway constructed to shorten maritime shipping routes, facilitate trade or provide irrigation. അതായത് കനാൽ എന്ന് പറയുന്നത് എന്താണ്? രണ്ട് വലിയ ജലാശയങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന മനുഷ്യനിർമ്മിതം, മാൻമെയ്ഡ്. ഇതാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്. മാൻമെയ്ഡ് ആയിട്ടുള്ള ഒരു ജലപാത അല്ലെങ്കിൽ വാട്ടർവേ ആണ് എന്തെന്ന് പറയുന്നത്? കനാൽ എന്ന് പറയുന്നത് കേട്ടോ. കനാൽ എന്ന് പറയുന്നത്. അപ്പോൾ കനാലും സ്ട്രെയിറ്റും തമ്മിലുള്ള ഡിഫറൻസ് അതാണ്. ഓക്കെ, ഒരു സ്ട്രെയിറ്റിൻ്റെ ചിത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എ സ്ട്രെയിറ്റ് ഈസ് എ നാച്ചുറലി ഫോം നാരോ വാട്ടർവേ ദാറ്റ് കണക്ട്സ് ടു ലാർജർ ബോഡീസ് ഓഫ് വാട്ടർ സച്ച് ആസ് ഓഷ്യൻസ് ഓഫ് സീ. ഇവിടെ ഒരു ഓഷ്യൻ ഉണ്ട്, ഇവിടെയും ഒരു ഓഷ്യൻ ഉണ്ട്. ഈ ഓഷ്യനുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് ഇവിടെ എന്തെന്ന് പറയുന്നത്? ഈ ഒരു സ്ട്രെയിറ്റ് എന്ന് പറയുന്നത്. അതിന് ചുറ്റുമായിട്ട് എന്താണ്? രണ്ട് വലിയ ലാൻഡ് മാസുകളുണ്ട്. ഓക്കെ, ഇനി നമ്മൾ
കനാൽസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ലോകത്തിലെ പ്രധാനപ്പെട്ട 2 കനാലുകളാണ്. ഇത്രയും പ്രാധാന്യമുള്ള കനാലുകൾ നോക്കുകയാണെങ്കിൽ 2 ഉള്ളത്. ഒന്ന് സീസ് കനാലും മറ്റൊന്ന് പാനമ കനാലും. ഇനി സ്ട്രെയിറ്റിലേക്കാണ് വരുന്നതെങ്കിൽ നമ്മൾ കൂടുതൽ സ്ട്രെയിറ്റുകളുണ്ട്, നമുക്ക് പ്രധാനപ്പെട്ട സ്ട്രെയിറ്റുകളുണ്ട്. അതിനു മുമ്പ് നമുക്ക് സ്ട്രെയിറ്റും ഇസ്തുമസും തമ്മിലുള്ള വ്യത്യാസം നോക്കുകയാണെങ്കിൽ, സ്ട്രെയിറ്റ് എന്ന് പറയുന്നത് എ നാരോ വാട്ടർ വേ കണക്ടിങ് ടു ലാർജ് വാട്ടർ ബോഡീസ്, നമ്മൾ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ പാക്ക് സ്ട്രെയിറ്റ്. ഇനി ഇസ്തുമസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റുള്ള കാര്യമാണ്. എ നാരോ ലാൻഡ് സ്ട്രിപ്പ് കണക്ടിങ് ടു ലാർജ് ലാൻഡ് മാസസ്, 2 വലിയ ലാൻഡ് മാസുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു നാരോ ആയിട്ടുള്ള ഒരു ലാൻഡ് സ്ട്രിപ്പാണ് എന്തെന്ന് പറയുന്നത് ഇസ്തുമസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഇസ്തുമസ് ഓഫ് പനാമ കണക്ടിങ് നോർത്ത് ആൻഡ് സൗത്ത് അമേരിക്ക, നോർത്ത് അമേരിക്കനെയും സൗത്ത് അമേരിക്കനും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് ഒരു ഇസ്തുമസ് ഓഫ് പനാമ എന്ന് പറയുന്നത്. പിക്ചർ ഞാൻ കാണിക്കാം. പിക്ചർ കാണിക്കുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കും. ഇതേ നോക്കിയോ, ഇവിടെ സ്ട്രെയിറ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? സ്ട്രെയിറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ 2 വലിയ ജലാശയങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഈ നാരോ ആയിട്ടുള്ള പാത്താണ് എന്തെന്ന് പറയുന്നത് സ്ട്രെയിറ്റ് എന്ന് പറയുന്നത്. ഇനി ഇസ്തുമസിലേക്ക് വരികയാണെങ്കിൽ എന്താണ്? ഇവിടെയും ഒരു വലിയ കരയുണ്ട്, ഇവിടെയും ഒരു വലിയ കരയുണ്ട്. ഇവർ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഈ നാരോ ആയിട്ടുള്ള ഒരാളുടെ ഒരു കോഴിയുടെ ഒക്കെ കഴുത്ത് പോലെ ഇല്ലേ, ഈ ചിക്കൻ നെക്ക് പോലെ ഇരിക്കുന്ന ഈ ഒരു നാരോ ആയിട്ടുള്ള ലാൻഡ് സ്ട്രിപ്പാണ് എന്തെന്ന് പറയുന്നത് ഇസ്തുമസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ലോകത്തിലെ പ്രധാനപ്പെട്ട സ്ട്രെയിറ്റുകളിലേക്ക് പോകുന്നതിന് മുമ്പ് സ്ട്രെയിറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം നമുക്ക് നോക്കാം. സ്ട്രെയിറ്റ് ബിറ്റ്വീൻ അമേരിക്ക ആൻഡ് ക്യൂബ, അമേരിക്കയും ക്യൂബയും തമ്മിൽ കണക്ട് ചെയ്യുന്ന സ്ട്രെയിറ്റ് ഏതാണെന്നാണ്. നമുക്ക് ഓപ്ഷനിൽ ഫ്ലോറിഡ ഉണ്ട്, ബെറിങ് ഉണ്ട്, ജിബ്രാൾട്ടർ ഉണ്ട്, മലാക്കയുണ്ട്. നമ്മൾ ഈ അമേരിക്കയൊക്കെ പറയുമ്പോൾ അവിടെ ഒരു സംസ്ഥാനമാണ് ഫ്ലോറിഡ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഒത്തിരി മീമൊക്കെ ഉണ്ട് ഫ്ലോറിഡ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ഫ്ലോറിഡ അമേരിക്കയിലാണെന്ന് ഒരുമാതിരിപ്പെട്ട ജെൻസി യൂത്തിനൊക്കെ അറിയാം. എന്താണ് ഫ്ലോറിഡ ഇസ് ഇൻ അമേരിക്ക. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നേരെ തന്നെ ഫ്ലോറിഡയിലേക്ക് അധികം ആലോചിക്കാണ്ട് ഫ്ലോറിഡയിലേക്ക് പോകാനായിട്ട് സാധിക്കുന്നതാണ്. സോ ഇവിടുത്തെ ശരി ഉത്തരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലോറിഡയാണ്. ഇനി ലോകത്തിലെ പ്രധാനപ്പെട്ട, ഞാൻ പറഞ്ഞ കാര്യം, ലോകത്തിലെ പ്രധാനപ്പെട്ട സ്ട്രെയിറ്റുകൾ നോക്കാം. കനാല് 2 പഠിക്കാനുള്ളെങ്കിലും സ്ട്രെയിറ്റുകൾ അത്യാവശ്യം തന്നെ ഉണ്ട്. അതിൽ ഒന്നാമത്തെയാണ് സ്ട്രെയിറ്റ് ഓഫ് മലാക്ക എന്ന് പറയുന്നത്. സ്ട്രെയിറ്റ് ഓഫ് മലാക്ക അത് ഏതൊക്കെ വാട്ടർ ബോഡീസിനാണ് കണക്ട് ചെയ്യുന്നത് നോക്കുകയാണെങ്കിൽ ആൻഡമാൻ സീനെയും അതോടൊപ്പം തന്നെ സൗത്ത് ചൈന സീനെയുമാണ് ഈ ഒരു സ്ട്രെയിറ്റ് ഓഫ് മലാക്ക കണക്ട് ചെയ്യുന്നത്. ഇവിടുത്തെ ലാൻഡ്മാർക്ക് ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ ബിറ്റ്വീൻ ഇന്തോനേഷ്യ ആൻഡ് മലേഷ്യ, ഇന്തോനേഷ്യ എന്ന് പറയുന്ന രാജ്യത്തിനും മലേഷ്യ എന്ന് പറയുന്ന രാജ്യത്തിനും ഇടയിലായിട്ടാണ് എന്തുള്ളത്? ഈ ഒരു സ്ട്രെയിറ്റ് ഓഫ് മലാക്ക ഉള്ളത്. ഇനി സ്ട്രെയിറ്റ് ഓഫ് ജിബ്രാൾട്ടർ നോക്കുകയാണെങ്കിൽ അത് അറ്റ്ലാന്റിക് ഓഷ്യനെയും മെഡിറ്ററേനിയൻ ഓഷ്യനെയുമാണ് തമ്മിൽ കണക്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ലാൻഡ്മാർക്ക് ലൊക്കേഷൻ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം, ഏതൊക്കെ കൺട്രീസിനെ ഡിവൈഡ് ചെയ്യുന്നത് നമുക്ക് പറയാനായിട്ട് പറ്റും. യൂറോപ്പിനെയും ആഫ്രിക്കനെയും തമ്മിൽ ഇത് ഡിവൈഡ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ സ്പെയിനിനെയും മൊറോക്കയെയും തമ്മിൽ ഇവിടെ ഡിവൈഡ് ചെയ്യുകയാണ്. അടുത്താണ് ബെറിങ് സ്ട്രെയിറ്റ്. ബെറിങ് സ്ട്രെയിറ്റ് എന്ന് പറയുമ്പോൾ ഇത് ആർട്ടിക് ഓഷ്യനെയും ബെറിങ് കടലിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ബെറിങ് കടൽ എന്ന് പറയുന്നത് പസഫിക് ഓഷ്യൻ്റെ ഒരു പാർട്ട് തന്നെയാണ് കേട്ടോ. അതോടൊപ്പം തന്നെ ഇവർ സെപ്പറേറ്റ് ഏഷ്യ ഫ്രം നോർത്ത് അമേരിക്ക, ഏഷ്യനെയും നോർത്ത് അമേരിക്കനെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു കടലെടുക്കാണ് എന്തെന്ന് പറയുന്നത് ബെറിങ് സ്ട്രെയിറ്റ് അല്ലെങ്കിൽ ബെറിങ് കടലെടുക്ക് എന്ന് പറയുന്നത്. അത് ഈ ഏഷ്യയുടെ പാർട്ടായിട്ട് അവിടെ സൈബീരിയ അല്ലെങ്കിൽ റഷ്യ ഉണ്ടാകും, സൈബീരിയ. അതോടൊപ്പം തന്നെ നോർത്ത് അമേരിക്കയുടെ പാർട്ടായിട്ട് അവിടെ അലാസ്ക അല്ലെങ്കിൽ USA ഉണ്ടായിരിക്കും കേട്ടോ. ഇനി വാർത്തകളിലൊക്കെ ഇടം നേടിയ ഒരു സ്ട്രെയിറ്റ് ആണ് സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു 2-3 അല്ലെങ്കിൽ 4-5 മാസത്തെ പത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഫുൾ ഓഫ് ദി സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ്. നമ്മുടെ നാട്ടിലൊക്കെ ഗ്യാസിൻ്റെ വില വർദ്ധിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ഒരൊറ്റ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് ആണ്. ഇത് പേർഷ്യൻ ഗൾഫിനെയും ഗൾഫ് ഓഫ് ഒമാനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ്. ഇറ്റ് ഈസ് കീ ഫോർ ഗ്ലോബൽ ഓയിൽ, ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന് അല്ലെങ്കിൽ എണ്ണയുടെ ട്രാൻസ്ഫറിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ബിറ്റ്വീൻ ഒമാൻ ആൻഡ് ഇറാൻ, ഒമാനിനും ഇറാനും ഇടയിലായിട്ടാണ് ഈ ഒരു സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് സ്ഥിതി ചെയ്യുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സ്ട്രെയിറ്റ് ആണ് പാക് സ്ട്രെയിറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ബിറ്റ്വീൻ ബേ ഓഫ് ബംഗാൾ ആൻഡ് പാക് ബേ, ബേ ഓഫ് ബംഗാളിനും പാക് ബേ ഇടയിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഒരു പാക് സ്ട്രെയിറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഇറ്റ് സെപ്പറേറ്റ്സ് ഇന്ത്യ ആൻഡ് ശ്രീലങ്ക, ഇന്ത്യയിലെ തമിഴ്നാടിനെയും അതോടൊപ്പം തന്നെ ശ്രീലങ്കയെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന കടലെടുക്കാണ് ഈ ഒരു പാക് സ്ട്രെയിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ പാക്കിൻ്റെ സ്പെല്ലിംഗ് എന്ന് പറയുന്നത് PALK ആണ് ഇവിടുത്തെ പാക്കിൻ്റെ സ്പെല്ലിംഗ് എന്ന് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ കുറേ നാളുകൾക്ക് മുമ്പ്
ഈ പാക് കടലെടുക്കിൻ്റെ പേര് മാറ്റണമെന്ന് പല ഫനാറ്റിക് പീപ്പിളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം അത് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നും പറഞ്ഞ്, ശരിക്കും പറഞ്ഞാൽ PAK അല്ല PALK ആണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സ്ട്രേറ്റ് ആണ് ബോസ്ഫറസ് സ്ട്രേറ്റ് എന്ന് പറഞ്ഞിട്ട്. ഇറ്റ് ഈസ് കണക്ട്സ് ബ്ലാക്ക് സീ ആൻഡ് സീ ഓഫ് മർമാറ. ബ്ലാക്ക് സീ അല്ലെങ്കിൽ കരിങ്കടലിനെയും മർമാര കടലിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് ഈ ഒരു ബോസ്ഫോറസ് സ്ട്രേറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ തുർക്കി, സെപ്പറേറ്റ്സ് യൂറോപ്പ് ഫ്രം ഏഷ്യ. തുർക്കിയിലെ ഒരു നഗരമാണ് കോൺസ്റ്റാന്റിനോപ്പിൾ അല്ലെങ്കിൽ ഇസ്താംബൂൾ എന്ന് പറയുന്നത്. ഇസ്താംബൂളിലാണ് ഈ ഒരു ബോസ്ഫോറസ് സ്ട്രേറ്റ് ഉള്ളത്. അത് ശരിക്കും പറയുകയാണെങ്കിൽ യൂറോപ്പിനെയും ഏഷ്യനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു കടലെടുക്കാണത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് സ്ട്രേറ്റുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ കനാലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ എന്നുള്ളത്. ഈ ഒരു ക്ലീ എക്സാമിന് ഇനിയും ഉറപ്പായിട്ടും ഈ ഒരു ചോദ്യം റിപ്പീറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഈ ഒരു ഏരിയയുമായിട്ട് ഉള്ള ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്യും. നമ്മളിതിൽ GK ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം എളുപ്പമുള്ള GK ആണ്. നിങ്ങൾ PSCക്ക് പഠിക്കുന്ന പോലെയുള്ള ലെവൽ ചോദ്യങ്ങളൊന്നും ഈ ഒരു പരീക്ഷയ്ക്ക് ചോദിക്കാറില്ല. തീരെ ബേസിക് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമാണ്. മറ്റൊരു ചോദ്യം, നമുക്ക് കേരളവുമായിട്ട് ബന്ധപ്പെട്ട ജോഗ്രഫി ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു പരീക്ഷാ പേപ്പറുകളിൽ വരാറുണ്ട് കേട്ടോ. 2024 ക്ലീയിൽ ചോദിച്ച ചോദ്യം നോക്കാം. വിച്ച് വാട്ടർഫോൾസ് ഇൻ കേരള ഈസ് നിക്നെയിംഡ് ആസ് നയാഗ്ര ഓഫ് ഇന്ത്യ? നയാഗ്ര ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടം അല്ലെങ്കിൽ വാട്ടർഫോൾസ് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇതേപോലത്തെ സിമിലർ ആയിട്ടുള്ള ഒരു ചോദ്യം 2025 ക്ലീയിലും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. സിമിലർ ആയിട്ടുള്ള ചോദ്യം വന്നിട്ടുണ്ട്. സോ ഈ ഒരു ചോദ്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരാം. അതോടൊപ്പം തന്നെ റിലേറ്റഡ് ഫാക്ട്സുമായിട്ട് കണക്ട് ചെയ്ത ചോദ്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഏതാണ് ഇന്ത്യയുടെ നയാഗ്ര എന്നറിയപ്പെടുന്നത്? നമ്മൾ അധികം ആലോചിക്കാണ്ട് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും. നയാഗ്ര വെള്ളച്ചാട്ടം പോലെ മനോഹരമായിട്ടുള്ള ഇന്ത്യയിൽ ഒരൊറ്റ വെള്ളച്ചാട്ടമേ ഉള്ളൂ. അത് നമ്മുടെ സ്വന്തം കേരളത്തിലുള്ള എറണാകുളം തൃശ്ശൂർ ജില്ലകളുടെ അതിർത്തിയിലുള്ള, ശരിക്കും തൃശ്ശൂർ ജില്ലയുടെ പാർട്ടായിട്ടുള്ള ആതിരപ്പള്ളി വെള്ളച്ചാട്ടമാണ് നയാഗ്ര ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത്. നമുക്കറിയാം, ബാഹുബലി എന്ന സിനിമയിലൂടെ കുറെ കൂടിയൊക്കെ ഫേമസ് ആയിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണ് ഈ ഒരു ആതിരപ്പള്ളി വെള്ളച്ചാട്ടം അല്ലെങ്കിൽ ആതിരപ്പള്ളി വാട്ടർഫാൾസ് എന്ന് പറയുന്നത്. സോ നമുക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട ഓരോ ജില്ലയിലെയും പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടങ്ങൾ ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. തൃശ്ശൂർ ജില്ലയിലാണെങ്കിൽ അവിടെ ഏതൊക്കെയുണ്ട്? ആതിരപ്പള്ളി വെള്ളച്ചാട്ടമുണ്ട്, വാഴച്ചാൽ വെള്ളച്ചാട്ടമുണ്ട്, ചാർപ്പ വെള്ളച്ചാട്ടമുണ്ട്. ഇതിൽ ആതിരപ്പള്ളി നമുക്ക് എന്തായിരിക്കും നയാഗ്ര ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നു. ലൊക്കേറ്റഡ് ഓൺ ദി ചാലക്കുടി റിവറിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇനി വയനാട്ടിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ മീൻമുട്ടി വെള്ളച്ചാട്ടമുണ്ട്, സൂചിപ്പാറ വെള്ളച്ചാട്ടമുണ്ട്, കാന്തൻപാറ വെള്ളച്ചാട്ടമുണ്ട്. മീൻമുട്ടി ഈസ് എ സെക്കൻഡ് ലാർജസ്റ്റ് ഇൻ കേരള, കേരളത്തിൽ രണ്ടാമത്തെ വലിയ വെള്ളച്ചാട്ടമാണ്. ആൻഡ് ഫീച്ചേഴ്സ് എ സ്പെക്ടാക്കുലർ 3 ടയേർഡ് ഡ്രോപ്പ്. അതായത് മീൻമുട്ടി വെള്ളച്ചാട്ടത്തിൽ പോയവർക്ക് അറിയാം, നല്ല കയറ്റമുണ്ട്. നമ്മളിങ്ങനെ കയറി ഒരു 3 ടയേർഡ് ടോപ്പാണ് ഈ ഒരു മീൻമുട്ടി വെള്ളച്ചാട്ടത്തിലുള്ളത്. ഇനി കൊല്ലം ജില്ലയിലേക്ക് വരികയാണെങ്കിൽ പാലരുവി എന്ന് പറയുന്ന ഒരു വെള്ളച്ചാട്ടമുണ്ട്. ഈ വെള്ളച്ചാട്ടത്തിന്റെ പേരിൽ ഒരു ട്രെയിൻ ഉണ്ട് കേട്ടോ, പാലരുവി എക്സ്പ്രസ്. പാലക്കാട് നിന്ന് തുടങ്ങി തിരുനെൽവേലി വരെ പോകുന്ന ഒരു ട്രെയിൻ ഉണ്ട്. ആ ട്രെയിനിന്റെ പേരും ഈ പറയുന്ന പാലരുവി എന്നാണ്. മറ്റൊന്നാണ് കുംഭവിരത്തി എന്ന് പറയുന്ന മറ്റൊരു വെള്ളച്ചാട്ടമുണ്ട്. പാലരുവി മീൻസ് സ്ട്രീം ഓഫ് മിൽക്ക്, മിൽക്കിന്റെ അല്ലെങ്കിൽ പാലിന്റെ അരുവിയാണ് ഒരു പാലരുവി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് മാനേജ്ഡ് ബൈ ലോക്കൽ എക്കോ ടൂറിസം കമ്മിറ്റീസ് ഒക്കെയാണ് അത് മാനേജ് ചെയ്യുന്നത്. ഇനി ഇടുക്കിയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ചീയപ്പാറയുണ്ട്. ചീയപ്പാറ എന്ന് പറയുന്നത് നേര്യമംഗലത്ത് നിന്ന് മൂന്നാർ പോകുന്ന റൂട്ടിൽ, അടിമാലി പോകുന്ന റൂട്ടിലാണ് ഈ ഒരു ചീയപ്പാറ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. പിന്നെ വളര വെള്ളച്ചാട്ടമുണ്ട്, തൊമ്മൻകുത്തുണ്ട്, തൊടുപുഴയ്ക്ക് അടുത്താണ്. പിന്നെ കീഴാർകുത്തുണ്ട്. തൊമ്മൻകുത്ത് ഫേമസ് ഫോർ 7 സ്റ്റെപ്പ് കസ്കേഡിന് ഫേമസ് ആണ്. ഒത്തിരി സിനിമകളൊക്കെ ഷൂട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. ഇനി കീഴാർകുത്താണെങ്കിൽ നോൺ ആസ് ദി റെയിൻബോ വാട്ടർഫാൾ എന്നറിയപ്പെടുന്നത് ഇടുക്കി ജില്ലയിലെ കീഴാർകൂത്ത് വെള്ളച്ചാട്ടമാണ് കേട്ടോ. ഇനി പത്തനംതിട്ടയിലേക്ക് വരികയാണെങ്കിൽ അവിടുത്തെ പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടമാണ് പെരുന്തേനരുവി എന്ന് പറയുന്നത്. ലൊക്കേറ്റഡ് ദി പമ്പ റിവറിലാണ് ഈ ഒരു പെരുന്തേനരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരം ജില്ലയിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയും ഒരു മീൻമുട്ടി ഉണ്ട്. അത് നെയ്യാറിൻ്റെ ആ ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ ഭാഗമാണ്. പിന്നെ കൊമ്പക്കാണിയുണ്ട്, വഴവന്തോളമുണ്ട്. ഇതൊക്കെയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. പാലക്കാട്ടിലേക്ക് വരികയാണെങ്കിൽ ധോണി എന്ന് പറയുന്ന ഒരു വെള്ളച്ചാട്ടമുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. നിങ്ങൾ തമിഴിലെ കണ്ടുകൊണ്ടേ എന്ന് പറഞ്ഞ സിനിമ കാണുകയാണെങ്കിൽ അതിൽ ഐശ്വര്യ റായ് കൊഞ്ചം മിനക്കളെ എന്ന് പറയുന്ന പാട്ടിൽ ഡാൻസ് കളിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അത് നമ്മുടെ ധോണി വെള്ളച്ചാട്ടത്തിന് അടുത്താണ്. പിന്നെ പാലക്കാട്ടിലെ മറ്റ് വെള്ളച്ചാട്ടങ്ങൾ നോക്കുകയാണെങ്കിൽ മീൻവല്ലമുണ്ട്, ശിരുവാണിയുണ്ട്.
ശിരുവാണി ഈസ് നോൺ ഫോർ ഹാവിങ് എക്സ്പെഷ്യലി സ്വീറ്റ് വാട്ടർ എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ കുടിച്ചിട്ടില്ല, നിങ്ങൾ പോവുകയാണെങ്കിൽ കുടിച്ചു നോക്കണം കേട്ടോ. ഇനി കോഴിക്കോടൊക്കെ വരികയാണെങ്കിൽ അവിടെ തുഷാരഗിരി ഉണ്ട്, കോഴിപ്പാറയുണ്ട്. തുഷാരഗിരി മീൻസ് സ്നോ ക്യാപ്ഡ് മൗണ്ടൈൻസ് ഡ്യൂ ടു സിൽവറി മിസ്റ്റ് ഫോൺ ബൈ ദ വാട്ടർ. അവിടെ ഉണ്ടാകുന്ന വെള്ളം വന്ന് താഴേക്ക് വീഴുമ്പോൾ ഉണ്ടാകുന്ന ഒരു മിസ്റ്റ് മൂലമാണ് പേര് വന്നേക്കുന്നത്. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഓൺ ദി ചാലിയാർ റിവർ ബേസൻ. ചാലിയാർ റിവറിന്റെ തീരത്താണ് എന്തുള്ളത്, ഈ ഒരു തുഷാരഗിരി വെള്ളച്ചാട്ടം ഉള്ളത് കേട്ടോ. ഇനി മലപ്പുറത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ അടയൻപാറയുണ്ട്, നിലമ്പൂരിനടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി കണ്ണൂരേക്ക് വരികയാണെങ്കിൽ ഇവിടെ അളകാപുരി എന്ന് പറയുന്ന ഒരു വെള്ളച്ചാട്ടമുണ്ട്. അതോടൊപ്പം തന്നെ പാൽച്ചുരം എന്ന് പറയുന്ന ഒരു വെള്ളച്ചാട്ടമുണ്ട്. ലൊക്കേറ്റ് ചെയ്ത ബോർഡേഴ്സ് ഓഫ് വയനാട് ആൻഡ് കണ്ണൂർ ഡിസ്ട്രിക്ട്. വയനാട് കണ്ണൂർ ഡിസ്ട്രിക്റ്റിലാണ് ഈ ഒരു വെള്ളച്ചാട്ടങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇനി പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം. 2024 ക്ലീയിൽ തന്നെ 2 വട്ടം ചോദിച്ച ഒരു ചോദ്യമാണ്. 2 വട്ടം എന്ന് പറയുമ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് 2 ചോദ്യം ചോദിച്ചു. ഏതാണ് ഏരിയ നോക്കുകയാണെങ്കിൽ ലക്ഷദ്വീപും ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് 2 വട്ടം ചോദിച്ചത്. ഒന്നാം ചോദ്യം എന്ന് പറഞ്ഞത് ഇന്ത്യ സ്മോളസ്റ്റ് യൂണിയൻ ടെറിട്ടറി ലക്ഷദ്വീപ് കൺസിസ്റ്റ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ UT ആയിട്ടുള്ള ലക്ഷദ്വീപിൽ എത്ര ദ്വീപുകൾ ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 46 ഐലൻഡ്സ്, ഓപ്ഷൻ ബി 26 ഐലൻഡ്സ്, ഓപ്ഷൻ സി 16 ഐലൻഡ്സ്, ഓപ്ഷൻ ഡി 36 ഐലൻഡ്സ്. ശരി ഉത്തരം എന്ന് പറയുന്നത് 36 ദ്വീപുകളാണ് എവിടെ ഉള്ളത്, ലക്ഷദ്വീപ് ദ്വീപ് സമൂഹങ്ങളിൽ ഉള്ളത് കേട്ടോ. അതോടൊപ്പം തന്നെ ഇതേ വർഷം തന്നെ ക്ലീ എക്സാമിന് പരീക്ഷാ ബോർഡ് ചോദിച്ചു നോക്കാം. ദ പീപ്പിൾ ഇൻ മിനിക്കോയ് ഐലൻഡ് ഓഫ് ദി യൂണിയൻ ടെറിട്ടറി ലക്ഷദ്വീപ് സ്പീക്സ് മെയിൻലി. മിനിക്കോയ് എന്ന് പറയുന്ന ലക്ഷദ്വീപിന്റെ ഭാഗമായിട്ടുള്ള ദ്വീപിൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ മഹൽ, ഓപ്ഷൻ ബി മലയാളം, ഓപ്ഷൻ സി ഉറുദു, ഓപ്ഷൻ ഡി ഹിന്ദി. കാരണം ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ അവിടെ മലയാളം ആവില്ലല്ലോ. കാരണം എന്ന് വെച്ചാൽ ലക്ഷദ്വീപിലെ പ്രധാനപ്പെട്ട ഭാഷ എന്ന് പറയുന്നത് മലയാളമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയില്ലെങ്കിലും കുറച്ച് പേർക്കെങ്കിലും അറിയാം. പക്ഷെ ഇവിടെ എക്സെപ്ഷനലി മലയാളം അല്ലാത്ത ഒരു ഭാഷ സംസാരിക്കുന്നുണ്ട്. ഏത് മിനിക്കോയ് ദ്വീപിൽ. അതെന്ന് പറയുന്നത് മഹൽ ഭാഷയാണ്. ദ്വിവേഹി എന്ന് പറയുന്ന ഒരു ഭാഷയുടെ ഒരു വകഭേദമാണ് ഈ ഒരു മഹൽ ഭാഷ എന്ന് പറയുന്നത്. സോ ശരി ഉത്തരം എന്ന് പറയുന്നത് മഹലാണ് ശരി ഉത്തരം എന്ന് പറയുന്നത് കേട്ടോ. ഇനി 2 ചോദ്യമാണ് ലക്ഷദ്വീപുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പരീക്ഷാ ബോർഡ് ക്ലീ എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ലക്ഷദ്വീപുമായിട്ട് ബന്ധപ്പെട്ട ചില റിലേറ്റഡ് ഫാക്ട്സിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, ലക്ഷദ്വീപിന്റെ മാപ്പ് എന്ന് പറയുന്നത് ഇതാണ്. കേരളത്തിനോട് ചേർന്ന് അല്ലെങ്കിൽ മലബാർ കോസ്റ്റിനോട് ചേർന്ന് അറേബ്യൻ സീയിൽ ഉണ്ടായിട്ടുള്ള ചില കോറൽ ഐലൻഡുകളാണ്. പവിഴപ്പുറ്റിന് മുകളിൽ ഒരു ലാൻഡ് ഫോം ഉണ്ടായിട്ട് അവിടെയുള്ള ഒരു ആവാസ വ്യവസ്ഥയിൽ മനുഷ്യർ താമസിക്കുന്നതാണ് ഈ ഒരു ലക്ഷദ്വീപുകൾ എന്ന് പറയുന്നത്. മൊത്തം 36 ദ്വീപുകളാണ് കേരളത്തിനോട് ചേർന്നിട്ടാണ്. അതിൽ ഭൂരിഭാഗം ദ്വീപുകളും മലബാർ ഏരിയക്ക് പാരലാണ്. ഒരു ദ്വീപ് മാത്രം തിരുവനന്തപുരം ഏരിയക്ക് നേരെ പാരലാണ്. അതാണ് ഈ ഒരു മിനിക്കോയ് ദ്വീപ് എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങൾ മിനിക്കോയ് ദ്വീപുകളുടെ സൗന്ദര്യം മാലിക്, ഫഹദ് ഫാസിൽ നായകനായ മാലിക് എന്ന സിനിമയിൽ നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കും. ഇനി ലക്ഷദ്വീപിന്റെ ജോഗ്രഫി ആൻഡ് ഡയമെൻഷൻസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സ്മോളസ്റ്റ് ആയിട്ടുള്ള യൂണിയൻ ടെറിട്ടറിയാണ് എന്തെന്ന് പറയുന്നത് ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. ഇന്ത്യ സ്മോളസ്റ്റ് യൂണിയൻ ടെറിട്ടറി കവറിങ് എ ടോട്ടൽ ലാൻഡ് ഏരിയ ഓഫ് ജസ്റ്റ് 32 സ്ക്വയർ കിലോമീറ്റർ. 32 ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള ഒരു ദ്വീപ് സമൂഹമാണ് എന്തെന്ന് പറയുന്നത് ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. സ്കാറ്റേഡ് അക്രോസ് 30,000 മൈൽസ് ഓഫ് ദി അറേബ്യൻ സീ. മൈലിൽ പറയുകയാണെങ്കിൽ 30,000 സ്ക്വയർ മൈൽസ് കേട്ടോ. ഇനി കമ്പോസിഷൻ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ആൻ ആർക്കപൈലഗ് ഓഫ് 36 ഐലൻഡ്സ്. 36 ദ്വീപുകളുടെ ഒരു ദ്വീപ് സമൂഹമാണ്. ഫീച്ചറിങ് 12 ആറ്റോൾസ്, 3 റീഫ്സ് ആൻഡ് 5 സബ്മർജഡ് ബാങ്ക്സ്. അതായത് 12 ആറ്റോളുകളുണ്ട്. റിങ് ഷേപ്പ്ഡ് ആയിട്ടുള്ള ഷേപ്പായിട്ടുള്ള കോറൽ ലീവ്സ് ആണ് എന്തെന്ന് പറയുന്നത് ആറ്റോൾസ് എന്ന് പറയുന്നത്. ലക്ഷദ്വീപിന്റെ മാപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും ഇവിടെ ഒരു ദ്വീപിന്റെ ഷേപ്പ് എന്ന് പറയുന്നത്. അവിടെ കുറെ തെങ്ങിൻ തോപ്പ് ഉണ്ടാകും, വൃക്ഷങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ 3 റീഫുകൾ ഉണ്ടായിരിക്കും. അതുപോലെ 5 സബ്മർജഡ് ആയിട്ടുള്ള ബാങ്കുകൾ ഉണ്ടാകും. സബ്മർജഡ് ബാങ്ക് എന്ന് പറയുമ്പോൾ അത്രയും ഭാഗത്ത് മണലിങ് കൂടി നിൽക്കുവാണ് കേട്ടോ. ഔട്ട് ഓഫ് 36 ഐലൻഡ്സ് ഓൺലി 10 ആർ ഇൻഹാബിറ്റഡ്. അതായത് ഈ ഒരു 36 ദ്വീപുകളിൽ വെറും 10 എണ്ണത്തിൽ മാത്രമാണ് എന്തുള്ളത്, മനുഷ്യൻ ജീവിക്കുന്നത്. ബാക്കിയുള്ള ഒരു റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്, അല്ലെങ്കിൽ അവിടെ ആൾതാമസം ഇല്ല. ഇൻക്ലൂഡിങ് കവരത്തി, അഗത്തി, മിനിക്കോയ്, അമ്മിനി. അവർ തന്നെ കവരത്തി ദ്വീപുണ്ട്, അഗത്തി ദ്വീപുണ്ട്, മിനിക്കോയ് ദ്വീപുണ്ട്, അമ്മിനി ദ്വീപൊക്കെ പ്രധാനപ്പെട്ട ദ്വീപുകളാണ് കേട്ടോ.
ഈ ലക്ഷദ്വീപിന്റെ മീനിങ് എന്ന് പറയുന്നത് ലക്ഷദ്വീപ് ട്രാൻസ്ലേറ്റ്സ് ടു 100,000 ഐലൻഡ്സ്, ലക്ഷം ദ്വീപുകൾ എന്നാണ് ലക്ഷദ്വീപിന്റെ വാക്കിനകത്ത്. നമുക്ക് മലയാളം അറിയാവുന്ന ആളെ സംബന്ധിച്ചോളം അത് അത്ര കൺസേണിംഗ് ഫാക്ടർ അല്ല. ഇൻ സാൻസ്ക്രിറ്റ് ആൻഡ് മലയാളം, സംസ്കൃതത്തിലും മലയാളത്തിലും ലക്ഷം ദ്വീപുകൾ എന്നാണ് അർത്ഥം. സോ ദി ആക്ച്വൽ നമ്പർ ഈസ് മച്ച് സ്മോളർ. ലക്ഷദ്വീപ് എന്നാണ് നമ്മൾ പറയുന്നെങ്കിലും വെറും 36 ദ്വീപുകൾ മാത്രമേ ഉള്ളൂ. എങ്കിലും നമ്മൾ വലിയൊരു പേരാണ് ആ ഒരു ദ്വീപ് സമൂഹത്തിന് ഇട്ടുവച്ചേക്കുന്നത്. ഇനി മറ്റു കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടുത്തെ ഗവർണൻസും ഡെമോഗ്രാഫിക്സും നോക്കുകയാണെങ്കിൽ ഈ ലക്ഷദ്വീപിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് കവരത്തിയാണ്. പണ്ട് നിങ്ങളുടെ അച്ഛനമ്മമാരോട് ചോദിക്കുകയാണെങ്കിൽ റേഡിയോ അവർ കേട്ടിരുന്നെങ്കിൽ ആകാശവാണി ആലപ്പുഴ, കവരത്തി, തിരുവനന്തപുരം എന്നൊക്കെ എപ്പോഴും പറയുമായിരുന്നു. ആ കവരത്തിയാണ് എന്തിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത്, ലക്ഷദ്വീപുകളുടെ തലസ്ഥാനം എന്ന് പറയുന്നത്. കവരത്തി serves as both the administrative capital and the principal town. അതായത് ലക്ഷദ്വീപിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൗൺ എന്ന് പറയുന്നത് ലക്ഷദ്വീപിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ക്യാപിറ്റൽ എന്ന് പറയുന്നതും എന്താണ്, കവരത്തിയാണ്. ലക്ഷദ്വീപ് ഡസ് നോട്ട് ഹാവ് എ ലെജിസ്ലേറ്റീവ് അസംബ്ലി. നമ്മൾ കേരളത്തിനൊക്കെ ഉള്ളത് പോലെ ഒരു നിയമസഭ എന്ന് പറയുന്നത് എന്തിനില്ല, ഈ ഒരു ലക്ഷദ്വീപ്കൾക്കില്ല. ഇറ്റ് ഈസ് ഗവേൺ ഡയറക്ട്ലി ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് ത്രൂ ആൻ അപ്പോയിന്റഡ് അഡ്മിനിസ്ട്രേറ്റർ ആൻഡ് ഹാസ് 1 ലോക്സഭ സീറ്റ്. അതായത് കേന്ദ്ര ഗവൺമെന്റ് നിശ്ചയിക്കുന്ന അഡ്മിനിസ്ട്രേഷനാണ് ലക്ഷദ്വീപിൽ ഭരിക്കുന്നത്. ഒരു ലെഫ്റ്റനന്റ് ഗവർണർ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടായിരിക്കും. ആ ഒരു ഗവേണിംഗ് സിസ്റ്റമാണ് എന്തിലുള്ളത്, ലക്ഷദ്വീപിൽ ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അവിടെ ഒരു ലോക്സഭാ സീറ്റും ഉണ്ട്. അവിടെ നിയമസഭ ഇല്ലെങ്കിൽ അവിടെ ഒരു ഒറ്റ ലോക്സഭാ സീറ്റുണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും കുറവ് വോട്ടർമാരുള്ള ഒരു ലോക്സഭാ സീറ്റാണ് ഈ ഒരു ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് 1 ഓഫ് ദ ഹയസ്റ്റ് ലിറ്ററസി റേറ്റ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ലിറ്ററസി റേറ്റ് ഉള്ള ഒരു പ്രദേശമാണ് ഈ ഒരു ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. വിത്ത് ഓവർ 91% ലിറ്ററസി അക്കോർഡിംഗ് ടു ദ 2011 സെൻസസ്. 2011 സെൻസസ് പ്രകാരം 91% ജനങ്ങൾക്കും എന്തുണ്ടെന്നാണ് പറയുന്നത്, ഈ ഒരു സാക്ഷരത ഉണ്ടെന്നാണ് പറയുന്നത്. ഇനി കൾച്ചറൽ മെട്രിക്സ് നോക്കിയത് മെജോറിറ്റി ഓഫ് ദ പോപ്പുലേഷൻ പ്രാക്ടീസസ് ഇസ്ലാം. അതായത് അവിടുത്തെ നേറ്റീവ് ആയിട്ടുള്ള ജനങ്ങൾ എന്ന് പറയുന്ന ഭൂരിഭാഗം പേരും ഇസ്ലാം മതസ്ഥരാണ്. ദ ലോക്കൽ സൊസൈറ്റി ഓൾസോ ഫോളോസ് എ മാട്രിലീനിയൽ സിസ്റ്റം. അവിടുത്തെ പരമ്പരാഗതമായിട്ടുള്ള ജനത എന്നുള്ളൊരു മാട്രിലീനിയൽ സിസ്റ്റമാണ്. അതായത് അമ്മ വഴിയിട്ടാണ് അവിടെ വംശം കൈമാറി വരുന്നത്. വേർ ഡെസെൻറ്റ് ആൻഡ് ഇൻഹെറിറ്റൻസ് ആർ ട്രേസഡ് ത്രൂ ദ ഫീമെയിൽ ലൈൻ. അതായത് അവിടുത്തെ സ്വത്തവകാശമൊക്കെ എങ്ങനെയാണ് സാധാരണ ഇസ്ലാമിക് സൊസൈറ്റികളിൽ നിന്ന് വിഭിന്നമായിട്ട് അവിടെ സ്വത്തവകാശമൊക്കെ അവിടെ അമ്മ വഴിയാണ് അവിടെ ട്രാൻസ്ഫർ ആകുന്നത്. ഇനി അവിടുത്തെ ലാംഗ്വേജും കണക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ, ലിംഗ്വിസ്റ്റിക് സ്പ്ലിറ്റ് നോക്കുകയാണെങ്കിൽ മലയാളം ഈസ് ദ ഒഫീഷ്യൽ ലാംഗ്വേജ്. ഹൗവർ ദ ഇൻഹാബിറ്റൻസ് ഓഫ് ദ സതേൺ മോസ്റ്റ് ഐലൻഡ്. മലയാളമാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഭാഷയെങ്കിലും മിനിക്കോയ്, ഏറ്റവും തെക്കേറ്റത്തുള്ള മിനിക്കോയ് ദ്വീപിലെ ഭാഷ എന്ന് പറയുന്നത് മഹലാണ്. ഈ മഹൽ എന്ന് പറയുന്നത് ദ്വിവേഹി, മാലദ്വീപിൻ്റെയൊക്കെ ഭാഷയായിട്ടുള്ള ദ്വിവേഹി എന്ന് പറയുന്ന ഭാഷയുടെ ഒരു നാട്ടുഭേദം അല്ലെങ്കിൽ ഒരു വകഭേദമാണ് ഈ പറയുന്ന മഹൽ എന്ന് പറയുന്നത്. ഇനി ഇവിടുത്തെ എൻട്രി പെർമിറ്റ് നോക്കുകയാണെങ്കിൽ, ടു പ്രൊട്ടക്ട് ദി ഡെലിക്കേറ്റ് എക്കോസിസ്റ്റം ആൻഡ് ലോക്കൽ കൾച്ചർ all visitors including Indian citizens require a special permit issued by the Union Territory Administration to enter. അതായത് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ്റെ പെർമിറ്റ് ഇല്ലാണ്ട് നമുക്ക് ഒരിക്കലും ലക്ഷദ്വീപിലേക്ക് ചെല്ലാനായിട്ട് സാധിക്കില്ല. നമ്മുടെ ഇന്ത്യയിലെ ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്ന പോലെയല്ല ലക്ഷദ്വീപിലേക്ക് പോകുന്നതെന്ന് പറയുന്നത്. ദി ഐലൻഡ്സ് ആർ സിറ്റുവേറ്റഡ് 220 to 440 കിലോമീറ്റർ ഓഫ് ദി മലബാർ കോസ്റ്റ് ഓഫ് കേരള. കേരളത്തിലെ മലബാർ കോസ്റ്റിൻ്റെ 220 മുതൽ 440 കിലോമീറ്റർ പടിഞ്ഞാറായിട്ടാണ് ഈ ഒരു ദ്വീപുകളുള്ളത്. ആൻഡ് ആർ പ്രൈമർലി കണക്റ്റഡ് വിയ ഫ്ലൈറ്റ്സ് ആൻഡ് ഷിപ്സ് ഫ്രം കൊച്ചി. അവിടെ അഗത്തി എന്ന് പറയുന്ന ദ്വീപിലൊരു വിമാനത്താവളമുണ്ട്. അവിടേക്ക് ഫ്ലൈറ്റുകളുണ്ട്, കൊച്ചിയിൽ നിന്നും കോഴിക്കോട് നിന്നും ഫ്ലൈറ്റുകളുണ്ട്. അതോടൊപ്പം തന്നെ കൊച്ചിയിൽ നിന്നുണ്ട് നമുക്ക് ഷിപ്പ് സർവീസും ഉണ്ട് ലക്ഷദ്വീപിലേക്ക് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ 3 year LLB പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ ലക്ഷദ്വീപുകാരായിട്ടുള്ള കൂട്ടുകാരൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇനി 5 year LLB പഠിക്കാൻ പോവുകയാണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങളുടെ ക്ലാസ്സിലൊരു ലക്ഷദ്വീപ് എന്നുള്ളൊരു കുട്ടി ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, ഇനി ഇവിടുത്തെ എക്കോളജി എക്കണോമി നോക്കുകയാണെങ്കിൽ ഇന്ത്യാസ് ഓൺലി കോറൽ ആറ്റോൾ ആണ് ഈ ഒരു ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. പവിഴപ്പുറ്റു ദ്വീപുകൾ ഇന്ത്യക്ക് ലക്ഷദ്വീപിൽ മാത്രമേ ഉള്ളൂ. ഇറ്റ് ഈസ് ദ നേഷൻസ് ഓൺലി കോറൽ ആറ്റോൾ ആർക്കപ്പൈലോഗോ ബിൽഡ് എൻറ്റയർലി ഫ്രം ദ സ്കെൽറ്റൺസ് ഓഫ് ടൈനി മറൈൻ പോളിപ്സ്. പോളിപ്സ് എന്ന് പറയുന്നത് പവിഴം എന്ന് പറയുന്ന ആ ജീവികളുടെ അവശിഷ്ടമാണ് ഈ ഒരു ദ്വീപ് നിർമ്മിച്ചത്.
ട്യൂണ ഫിഷിംഗ് ആണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്. ട്യൂണ ഫിഷിംഗ് വിച്ച് ഡോമിനേറ്റ്സ് 85% ഓഫ് ദ ലോക്കൽ ലിവ്ലിഹുഡ്. ട്യൂണ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ കേര എന്നും ചൂര എന്നൊക്കെ വിളിക്കുന്ന ഒരു മത്സ്യമാണ്. അവിടെ ഈ ട്യൂണ ഫിഷിന്റെ മത്സ്യബന്ധനമാണ് ദ്വീപ് നിവാസികളുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം എന്ന് പറയുന്നത്. അതിൻ്റെ കോക്കനട്ട് കൾട്ടിവേഷൻ, കേരളം പോലെ തന്നെ കേരം തെങ്ങുന്ന ഒരു നാടാണ് ഈ ഒരു ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. കൊയറും കൊപ്രയൊക്കെ അവിടെ ധാരാളം ഉണ്ടാകും. അതുപോലെ തന്നെ ഈ ഒരു തേങ്ങിൽ നിന്ന് അവർ വിനെഗറും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ ഇതൊരു സ്ട്രിക്ട്ലി ഡ്രൈ സ്റ്റേറ്റ് ആണ്. ആൽക്കഹോൾ കൺസംപ്ഷൻ ഈസ് സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് അക്രോസ് ഓൾ ഐലൻഡ്സ് എക്സെപ്റ്റ് ഓൺ ദി അൺഇൻഹബിറ്റഡ് ഇന്റർനാഷണൽ ടൂറിസ്റ്റ് റിസോർട്ട് ഐലൻഡ് ഓഫ് ബംഗാരം. ബംഗാരം എന്ന് പറയുന്ന ഒരു ദ്വീപുണ്ട്, അവിടെ ഒരു റിസോർട്ടൊക്കെയാണ് അവിടെ ഉള്ളത്. ഈ ബംഗാരത്തിൽ ഒഴികെ ബാക്കി എല്ലായിടത്തും എന്താണ്, ഡ്രൈ ആണ്. അവിടെയൊന്നും മദ്യം ഉപയോഗിക്കാനുള്ള ലൈസൻസ് നമുക്ക് ഇല്ല. ഇനി ലക്ഷദ്വീപിൻ്റെ സ്റ്റേറ്റ് അനിമലും സ്റ്റേറ്റ് ബേർഡും സ്റ്റേറ്റ് ട്രീയും സ്റ്റേറ്റ് ഫ്ലവറും നോക്കാം. സ്റ്റേറ്റ് അനിമൽ എന്ന് പറയുന്നത് ബട്ടർഫ്ലൈ ഫിഷാണ്. ബട്ടർഫ്ലൈ ഫിഷ് എന്ന് പറഞ്ഞ ചിത്രത്തിൽ കാണുന്ന മീനാണ്. അതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട അല്ല അവിടുത്തെ ദേശീയ അല്ലെങ്കിൽ സംസ്ഥാനം എന്ന് പറയില്ല, നമ്മളവിടുത്തെ സംസ്ഥാനം എന്നെങ്കിൽ പറയാം. കാരണം ഒരു സ്റ്റേറ്റ് അനിമൽ സ്റ്റേറ്റ് ബേർഡ് നമ്മൾ പറയുന്നത് സംസ്ഥാന മൃഗം എന്ന് പറയുന്നത് അവിടുത്തെ ബട്ടർഫ്ലൈ ഫിഷാണ്. ഇനി സംസ്ഥാന പക്ഷി സ്റ്റേറ്റ് ബേർഡ് എന്ന് പറയുന്നത് സൂട്ടിട്ടയാണ്. ഈ ഒരു ചിത്രത്തിൽ കാണുന്ന കടൽ കാക്കയുടെ വർഗ്ഗത്തിൽപ്പെട്ട ഈ ഒരു കിളിയാണ് അവിടുത്തെ സംസ്ഥാന പക്ഷി എന്ന് പറയുന്നത്. ഇനി സ്റ്റേറ്റ് ട്രീ എന്ന് പറയുന്ന ബ്രെഡ് ഫ്രൂട്ട് ട്രീ അല്ലെങ്കിൽ കടച്ചക്ക എന്ന് പറയുന്ന ആ ഒരു വൃക്ഷമാണ് അവിടുത്തെ ഔദ്യോഗിക വൃക്ഷം എന്ന് പറയുന്നത്. ഇനി ഔദ്യോഗിക ഫ്ലവർ, ഔദ്യോഗിക പുഷ്പം എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നീലക്കുറിഞ്ഞിയാണ്. എന്നെപ്പോലും വിസ്മയിപ്പിച്ചൊരു കാര്യമാണ് നീലക്കുറിഞ്ഞി. കേരളത്തിൽ പശ്ചിമഘട്ടത്തിലുള്ള ഒരു പുഷ്പമാണ് അവരുടെ ഔദ്യോഗിക പുഷ്പമായിട്ട് കണക്കാക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ലക്ഷദ്വീപിനെ പറ്റി പറഞ്ഞത്. അപ്പോൾ നമ്മൾ ചോദ്യപേപ്പർ എടുക്കുകയാണെങ്കിൽ ചോദ്യങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന ഏരിയ തന്നെ ഒരേ പേപ്പറിൽ തന്നെ 2 വട്ടമൊക്കെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പാറ്റേൺ തന്നെയായിരിക്കും ഇനി വരാൻ പോകുന്ന പരീക്ഷയിലും റിപ്പീറ്റായിട്ട് വരാനായിട്ട് പോകുന്നത്. റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. സോ നമ്മളിപ്പോൾ ജോഗ്രഫിയുടെ ചോദ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഇനി GK പാർട്ടിൽ നിങ്ങൾക്ക് ഏതൊരു ടോപ്പിക്കാണ് വേണ്ടത്, ഏത് സബ്ജക്റ്റാണ് വേണ്ടതെന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെ നമുക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താം. അതോടൊപ്പം തന്നെ കേരള ലോ എൻട്രൻസ് എക്സാമിൻ്റെ 3 ഇയർ LLBക്കും 5 ഇയർ LLBക്കും നമ്മൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറും ഒരുങ്ങിയാണ്. നമ്മുടെ ഏറ്റവും പുതിയ ക്രാഷ് ബാച്ച് സ്റ്റാർട്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നോട്ടിഫിക്കേഷനൊക്കെ വരാനായിട്ട് പോവുകയാണ്. നമ്മുടെ ഈ ഒരു ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ 9249089280 എന്നുള്ളൊരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഫ്രീ ഗ്രൂപ്പിലും ഈ ഒരു വീഡിയോയുടെ താഴെ കാണുന്ന ലിങ്കിലൂടെ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾ ഒരു വക്കീലാവട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു ഈ ഒരു വർഷം. അപ്പോൾ എല്ലാവരും നല്ല LLB കോളേജുകളിൽ പഠിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.